അമൃത മിഥുന്റെ കപ്പിൾ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതിനകത്ത് കുറച്ചൊരു ഫാന്റസി എഫക്റ്റ് കൊടുക്കാന്ന് ഞാൻ നോക്കിയത്. അപ്പോൾ അത് കൊടുത്തപ്പോൾ ആ പടം കുറച്ചുകൂടി ഒരു ഭംഗിയിൽ വന്നു. അപ്പോൾ പിന്നീട് അങ്ങനെയുള്ള കപ്പിൾ പടങ്ങളിനേക്കാളും ഒരു ബേബി ഫോട്ടോഷൂട്ടിനായിരിക്കും ഇത്തരത്തിലുള്ള എഫക്റ്റുകൾ കുറച്ചുകൂടി യോജിക്കാതെ തോന്നി. അതായത് കടലും കായലും മേഘങ്ങളും ഇങ്ങനെ ആകാശമൊക്കെ ഇട്ടിട്ട് കുറച്ച് ചെറിയൊരു എഫക്റ്റ് കൊടുത്തിട്ട് ബേബി ഫോട്ടോസ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ലൊരു രസമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ എടുക്കുന്ന പടങ്ങളിൽ എല്ലാ സ്റ്റുഡിയോ സെറ്റപ്പിലൊക്കെ ആയിട്ട് ഈ മേഘങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ കടല്, ബാക്ക്ഗ്രൗണ്ടിൽ മേഘങ്ങൾ, പിന്നെ ആകാശമൊക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഫോട്ടോയിൽ കുറച്ചുകൂടി രസമുണ്ടാവും. ബേബി ഫോട്ടോസ് ആയതുകൊണ്ട് തന്നെ ഒരു കൃത്രിമത്വം ഫീൽ ചെയ്താൽ തന്നെ ആൾക്കാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ആ ഫോട്ടോസ് കാണുമ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഒരു കുഞ്ഞുങ്ങൾ പടം എടുക്കുമ്പോൾ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മേഘം ഉണ്ടാക്കണം എന്ന് വെക്കുക. ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ചുമരെടുക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ പഴയ ബൊമ്മയൊക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ ഒരു നല്ല ടെഡിയൊക്കെ. അപ്പോൾ ഉപയോഗിക്കാണ്ട് എടുക്കുന്ന അങ്ങനത്തെ ഉള്ളിൽ നിന്നൊക്കെ പഞ്ഞി എടുക്കുക. ചെറിയ പഞ്ഞി ഉണ്ടാവും. അങ്ങനെ പഞ്ഞി എടുത്തിട്ട് അതൊന്ന് കൂട്ടിക്കെട്ടുക, ഒരു മേഘത്തിന്റെ ഷേപ്പിലാക്കിയിട്ട് കൂട്ടിക്കെട്ടുക. എന്നിട്ട് ഒന്ന് കെട്ടിത്തൂക്കിയിട്ട് കുട്ടികളെ അതിന് മുമ്പിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ അതിന്റെ തൊട്ട് മുമ്പിലാവുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. അതാണ് എന്താണെന്ന് സംഭവം മനസ്സിലാവും. അപ്പോൾ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ ബാക്കിൽ ചെറിയൊരു മേഘത്തിന്റെ ഒരു ഫീൽ കിട്ടും. അതിനെ കുറച്ചൊന്ന് എഫക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര നല്ലൊരു പടം ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമുക്ക്.